welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈനാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വൈനൊക്കെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹം ഉണ്ടാവും. ക്രിസ്മസിന് ഇപ്പോൾ അധികം ദിവസമില്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ബീട്രൂട്ട് വൈനാണ്. ബീട്രൂട്ട് വൈൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരു 7 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ തുടങ്ങാം. അപ്പം തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും. പിന്നെ ഇത് ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. നല്ല ടേസ്റ്റാണ് ബീട്രൂട്ട് വൈൻ. ചിലവും കുറവാണ്, വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതൊക്കെ കൊണ്ട് ബീട്രൂട്ട് വൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൈനാണ് ബീട്രൂട്ട് വൈൻ. അപ്പം നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. 7 ദിവസം കൊണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങാം. അത് ഇരിക്കും തോറും അത് ടേസ്റ്റ് കൂടുകയാണ്, കുറേ നാൾ കേടാകാതിരിക്കും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഈ ബീട്രൂട്ട് വൈൻ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീട്രൂട്ട് ഇവിടെ കഴുകിയിട്ട് പിന്നെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക, അരിഞ്ഞെടുക്കുക. അത് കുറേ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ വൈനിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് എടുക്കുമ്പോഴേക്കും നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ വൈനും അതുപോലെ തന്നെ നല്ല കളർ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എങ്കിലും ഒരു നല്ല ആവശ്യത്തിന് മധുരമുള്ള ഒരു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വൈൻ ഉണ്ടാക്കണമെങ്കിൽ 1 കിലോ പഞ്ചസാര തന്നെയാണ് നല്ലത്. പിന്നെ ഇവിടെ ഒരു 2.25 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട്. വെറും പച്ചവെള്ളം, തിളപ്പിക്കാത്ത വെള്ളം എടുക്കരുത് വൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ തിളപ്പിച്ച് നന്നായിട്ട് ആറി തണുത്ത വെള്ളമാണിത്. അപ്പോൾ അത് 2.25 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 ഗ്രാമോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 7 ദിവസം കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് ഈസ്റ്റ് ഒരല്പം 8 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾ കുറേ ദിവസം വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 5 ഗ്രാം മതിയാവും. പിന്നെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം വലിയ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. 5 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കോല എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കോലമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് മസാലയുടെ ആ ഒരു ടേസ്റ്റ് കൂടുമ്പോഴേക്കും വൈനിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തക്കോലം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മസാലയുടെ ടേസ്റ്റ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവിൽ കുറച്ച് കുറവ് വരുത്താം, കുഴപ്പമൊന്നുമില്ല. ഞാൻ 3 ഏലയ്ക്ക്, 5 ഗ്രാമ്പു, 2 കഷ്ണം കറുവാപ്പട്ട, 1 കഷ്ണം തക്കോലം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. തക്കോലം എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം ഞാൻ കാണിച്ച ആ സാധനം. പിന്നെ എടുത്തിരിക്കുന്ന 1 പിടിയോളം ഗോതമ്പാണ്. ഗോതമ്പ് വൈനിന് ഒരല്പം വീര്യം കിട്ടാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് ചേർക്കുന്നത്. അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ആദ്യം ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അത് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ട നല്ല കളറാണ് ഈ ബീട്രൂട്ടിന്. ചില ബീട്രൂട്ട് തീരെ ലൈറ്റ് കളറായിരിക്കും. അപ്പോൾ നമ്മൾ വൈൻ ഇട്ട് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അത്രയും കളർ ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നല്ല ഡാർക്ക് കളറിലുള്ള ബീട്രൂട്ട് നോക്കി തന്നെ വാങ്ങിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിന് ഏകദേശം ഒരു 1 ലിറ്ററോളം, അതായത് ആ ബീട്രൂട്ട് ഒന്ന് മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിക്കാം. ഒന്നല്ലെങ്കിൽ 2 വിസിൽ. 1 വിസിലാകുമ്പോൾ തന്നെ വെന്ത് തുടങ്ങും. എങ്കിലും ഞാൻ 2 വിസിൽ കേൾക്കുന്നവരെ വേവിക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ കുക്കറിൽ ഇരുന്ന് തന്നെ തണുത്ത് വരട്ടെ. തണുത്ത് നന്നായിട്ട് ആറി അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ബീട്രൂട്ടിൻ്റെ പീസൊന്നും നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു വെള്ളം, വേവിച്ച വെള്ളം മാത്രം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അരിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ നല്ലത് ഇപ്പം നമ്മൾ വൈൻ ഇടുമ്പോൾ തന്നെ അരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിനകത്ത് ആ ഒരു വെള്ളമെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക. ഇനി വേണ്ടത് വൈൻ ഇടാനായിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ഒരു ഭരണിയോ ആണ്. സാധാരണ വൈൻ ഇടുന്നത് ഭരണിയിലാണ്. അപ്പോൾ ഭരണിയിലോ നമ്മൾ ഇടുന്ന ഗ്ലാസിൻ്റെ ബോട്ടിലിലോ ഒരു തരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് കഴുകി തുടച്ച് ചെറുതായിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വൈൻ ഇടുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിലോ മെറ്റലിൻ്റെ ഒന്നും പാത്രത്തിൽ ഇടാൻ പാടില്ല. അത് റിയാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത്. ഒന്നെങ്കിൽ ഗ്ലാസിൻ്റെ ജാറ് അല്ലെങ്കിൽ ഭരണി എടുക്കുക.
ഞാൻ അതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് അരച്ചത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ബാക്കി, അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളം, ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പെട്ടെന്നൊന്ന് അലിഞ്ഞൊക്കെ കിട്ടും. അതങ്ങനെ എടുത്ത് വെക്കുക. ഇനി നമ്മൾ ഭരണിയിൽ ബീറ്റ്റൂട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, ബീറ്റ്റൂട്ടിൻ്റെ വേവിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് 1 സ്പൂൺ നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വൈനിന് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും, ചെറിയൊരു പുളിപ്പും കിട്ടും. നല്ലതാണ്, പെട്ടെന്ന് വൈനാകാനായിട്ട് നല്ലതാണ്. അപ്പോൾ എന്നിട്ട് ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോഴെപ്പോഴും വൈൻ ഇളക്കുമ്പോൾ തടിയുടെ നന്നായിട്ട് ഉണങ്ങിയ തവി തന്നെ ഇട്ട് ഇളക്കുക. നനഞ്ഞ തവി ഇടാനേ പാടില്ല, അതുപോലെ മെറ്റലിൻ്റെ തവി ഇടാൻ പാടില്ല. ഇതുപോലെ ഒരു തടിയുടെ തവി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അത് വെച്ച് നന്നായിട്ട് പഞ്ചസാര ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് കലക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മസാല എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഇത്രയും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ എടുത്ത ആ തടിയുടെ തവി വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തവി മാറ്റാം. എന്നിട്ട് ഒരു ചെറിയ കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഭരണിയുടെ അല്ലെങ്കിൽ ജാറിൻ്റെ വായുടെ വശം ഉണ്ടല്ലോ, ആ ഒരു അടപ്പിൻ്റെ വശം, അവിടെ എന്തെങ്കിലും വൈനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തുടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് മൂടാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു കോട്ടൺ തുണി എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കുക. അതാകുമ്പോൾ അതിനകത്തേക്ക് ഒരു പ്രാണികളും ഒന്നും കയറില്ല. അപ്പോൾ നല്ല സേഫായിട്ടിരിക്കാനായിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 7 ദിവസം ആകുമ്പോൾ തന്നെ ഇത് വൈനിൻ്റെ ടേസ്റ്റ് തന്നെ ആയി കിട്ടും. 7 ദിവസം തൊട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ട് ഒരു 3 ദിവസമായി. അപ്പോൾ തന്നെ അത് നന്നായിട്ടൊക്കെ പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഉണങ്ങിയ തടിയുടെ തവി വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വൈൻ മിക്സായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ പതഞ്ഞു വരുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3-ാമത്തെ ദിവസം എല്ലാം ഇളക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. 1 കിലോ പഞ്ചസാര ആവശ്യത്തിന് ഉണ്ടാവും, അതിൽ കൂടുതൽ മധുരമൊന്നും വേണ്ടി വരില്ല. അങ്ങനെ ദേ ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും അതിന് ടേസ്റ്റ് കൂടി വരും. 7 ദിവസം കൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്ന ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറേശ്ശെ അരിച്ച് ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലോ വല്ലതും ആക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറുമാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ, നമുക്കൊരു കഷ്ടപ്പാടും ഇല്ല. അധികം ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ട. അങ്ങനെ നല്ല കിടിലൻ വൈനാണ് ബീറ്റ്റൂട്ട് വൈൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.